ജഗതി, ജഗദീഷ്, ജനാർദ്ദനൻ എന്നിവർ ഒന്നിച്ച കൊട്ടാരം വൈദ്യൻ എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി സീൻസ്. ഇപ്പൊ അങ്ങോട്ട് പോകരുത്. ഏൻ പോകക്കൂടാതെ എവിടെയും ചെറുക്കൻ കാര്യം കളിച്ച് ഉടനെ വിട്ടുതരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ദിവസം എത്രയായി? ഇനി പറഞ്ഞ കാശിന് കാര്യം നടക്കാതെ. അതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഞങ്ങൾ അപ്പനെ കാണാൻ വരാനിരുന്നതാ. അതായത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവന് കാശ് എണ്ണി കൊടുത്തതാ. അപ്പൊ അവൻ പറയാ ഇവിടുന്ന് പോകില്ലെന്ന്. അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അപ്പണ്ണ ഒന്ന് ഇറക്കി തരണം. അപ്പണ്ണ അന്വേഷിക്കൂലേ? ഞങ്ങൾ പറഞ്ഞല്ലോ നിന്നെ അവിടെ തിരിച്ചോണ്ട് നാക്കണമെന്ന് ചോദിച്ചപ്പോ അവൻ പറയാ ആടെ അപ്പണ്ണ അറിവ് കിട്ടുമുണ്ട് അവനെ പോകാൻ പറയണേ. இந்த വൈദ്യര് മഠത്തിലെ വൈദ്യര് കിട്ടേ അവൻ യാരെന്നാ നിരൂപിക്കണേ. പക്ഷെ ഒരു കാര്യം, വൈദ്യരാകെ ചൂടായിരിക്കാം. അപ്പണ്ണെ കണ്ട ഇടിച്ച് പിഴിഞ്ഞ് രസായനാക്കുന്ന് പറഞ്ഞിരിക്കാം. അപ്പണ്ണ രസായനം. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ചാടരുത്. പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യും പുറവശത്തോടെ പൊക്കോ. കളി അപ്പണ്ണാകട്ടെ. എടാ വിക്രമാനി, എന്ത് വിക്രമനായാലും ശരി, ഉണ്ണയെ അതിനേക്ക് കൊണ്ടുപോയിടുവേ. ഇവിടെ ഇന്ന് നിന്ന് ശരിയാക്കും. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇളകിറങ്ങ് പോലാ. അച്ഛനെ കുഴപ്പമുണ്ടാക്കരുത്. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ഞാൻ പറയുന്നത് കേൾക്കും. നീ ഒന്നും പറയണ്ട. കയ്യിൽ കുറെ കാശ് സുഖ സാപ്പാട് കിട്ടിയപ്പോ നീ എന്നെ മറന്നു അല്ലടാ. നന്ദി വേണോടാ, നന്ദി. ആശാൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ആ ജയരാമന് ചുമ്മാൻ ഈ കുഴപ്പത്തിനൊക്കെ കാരണം അവരാ പാവം പെൺകുട്ടി ചതിക്കായിരുന്നു. ആ വൈദ്യരാണെങ്കിൽ ഇവിടുത്തെ ചുറ്റിക്കളികളൊന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം ഒന്ന് നേരെയാവുന്നതുവരെ ഞാൻ ഇവിടെ നിന്നേ ഒക്കൂ. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. അപ്പാ, എത്ര നാളായി അപ്പാ കണ്ടിട്ട്. ചരവൃത്തി അച്ഛൻ കുഴപ്പമുണ്ടാക്കരുത്. അയ്യോ, അമ്മാവനോ? അമ്മാവനെപ്പോ വന്നു? ആനമയിലൊട്ടകം ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. കേട്ടാ അവള് പറയുന്നത് കേട്ടാ. ഞാൻ പറയുന്ന വന്ന കാലിൽ അമ്മാവൻ നിൽക്കുന്നുണ്ടാ. വരും, നമുക്ക് വല്ലതും കഴിക്കാം. നടക്ക് വയറ് നിറയെ വല്ലതും കഴിക്കാം. എന്റെ അപ്പൻ അപ്പ തലമുട്ടല്ലേ. ഇവിടെ അമ്മായിമാരെന്നെ എവിടെയും വിടൂല. ഭയങ്കര ഇഷ്ടാ. ശിവക്കാണെങ്ങനെ ജീവനാ. വല്ലാത്ത ജോലി തിരക്ക ഭാനുവേട്ടന്. എന്തായാലും ഞങ്ങൾ അടുത്ത ആഴ്ച അങ്ങോട്ട് വരും. ഇതും കൂടി കഴിക്കും. കാലി മറിയുന്ന തോന്നുന്നു. അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പ്. എടാ വേന്ദ്രന്മാരെ, നിങ്ങൾ പേടിക്കണ്ട. ധൈര്യമായിട്ട് കണ്ടില്ലെങ്കോ എല്ലാം നാനേ പാത്തുக்கிறேன். ഇതാ മുറുക. ഇനി മോള് സങ്കടപ്പെടണ്ട. മോൾക്ക് നല്ല കാലം വരെ പോകുത്, നല്ല കാലം വരെ പോകുത്. അല്ല, ഇതാരാ? എപ്പോ വന്നു? ഞാൻ മരുന്ന് കൂട്ടുപുരയിലായിരുന്നു. കുറെ നേരമായി വന്നിട്ട് ഞാൻ അന്വേഷിക്കായിരുന്നു. ചവനപ്രാശനിലേക്കും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കൂട്ടാണ്. പരുവൊന്ന് തെറ്റിയാ പോയി. ആരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ വയ്യ. നശിപ്പിക്കുക തിരുമുഖം. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഭാനു തന്നെ ചെയ്യണം. പുതുമുടി ആയതുകൊണ്ടാ ഞാനിപ്പോ ശല്യപ്പെടുത്താത്തത്. അന്റെ കാര്യത്തിൽ ഒട്ടും താമസിക്കണ്ടെന്നേ ഫാദറായ ഞാൻ പറയും. എല്ലാം ഇവൻ ഭംഗിയായിട്ട് ചെയ്തോളും, അല്ലേ മോനെ? ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി വിശ്രമിക്ക. എന്താ മോളെ നോക്കി നിൽക്കുന്നത്? ഇല്ല, എനിക്ക് ഉടനെ മടങ്ങണം. ഇവരെ അങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതി. അത്രേ ഉള്ളൂ. കണ്ടു, വയറ് നിറച്ച് സാപ്പിട്ടു, 2 മുട്ടയടക്കം സന്തോഷമായി. ഞാൻ ഇറങ്ങുക. എനിക്കും അവിടെ ചെന്ന് ശമനപ്രാസം ഉണ്ടാക്കണം. അവരെ കാണണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് പോരെ. അവിടെ ആരാ ഉള്ളത്? ആരാ? അതല്ല, അവരങ്ങോട്ട് വന്നേ തീരുമെന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് വിടുന്നതിലും എനിക്ക് വിരോധമില്ല. അത് വേണ്ട. കാണണമെന്ന് തോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. വരട്ടുമാ കൊടാ വാടാ. ഞാനങ്ങോട്ട്. ഈ മസിൽ കണ്ട അവനെവിടെ? അവൻ അങ്ങ ഉണ്ട്. വരട്ടുമാ. അച്ചമ്പി അങ്ങനെ അങ്ങ് സ്തുവിച്ചു പോയാലോ? ഭാനുവിക്രമനെ കൊണ്ടേ പോകുള്ളൂ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പോയാലെങ്ങനെ? കൊണ്ടുപോകട്ടുമാ.
வைத்தியர்கிட்ட எல்லா விவரமும் சொல்லட்டுமா? ஜெயராமன் സുകുമാരൻ എങ്കിട്ട് വന്ന വിവരവും சொல்லட்டுமா? ചതിക്കല്ലേ അപ്പനാശാനെ, ഞങ്ങൾ കാല് പിടിക്കാം. ഇയാളോട് കെഞ്ചിട്ട് കാര്യമില്ല, വഴി വേറെ ഉണ്ട്. ഒരു മർമ്മപ്രയോഗം. വൈദ്യമഠത്തിലെ ഇളം തലമുറയ്ക്ക് എല്ലാ മർമ്മങ്ങളും അറിയാം. ഈ വിരള് തിരിച്ചൊന്ന് പ്രയോഗിച്ചാലുണ്ടല്ലോ, താൻ പെടുക്കും, പെടുത്ത് ഞൊണ്ടി നടക്കും. നീ പുൾത്തും, നീ അന്തരമാർക്കെ പറക്കും. என்ன நினைச்ச? அப்ப நான் யாரு நினைச்சேன்? നന്ദി. നല്ല വിടല കരിക്ക. അണ്ണാ അണ്ണാ, അവര് തങ്ങളിൽ എന്തോ നീലിപൃങ്ങാതിയുണ്ട്. ആര് തമ്മില്? നിലവറയ്ക്കടുത്ത് നിന്ന് ആ ഭാനുവിക്രമനും ഗംഗക്കൊച്ചും ചേർന്ന് എന്തുണ്ടായി? ചേർന്നില്ല, അവര് തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളതാ അയാൾ രഹസ്യങ്ങളുടെയൊക്കെ ഒരു മരുഭൂമിയാണെന്ന്. നീ ഒന്ന് തെളിച്ച് പറടാ ശ്യാമൻ, നീ എന്താ കണ്ടത്? കണ്ടില്ല, കേട്ടു. ഈ രഹസ്യം നീ ആരോടും പറയരുതെന്ന് പ്രേമപൂർവ്വം പറയുന്നത് ഞാൻ കേട്ടു. സത്യം. കിട്ടി, അവനിട്ട് പണിയാൻ പറ്റിയ അവസരം. ഇനി നീ ഇവിടെ വിലസുന്ന എനിക്കൊന്ന് കാണണം. ആര്? ഞാനാ? നീ അല്ലടാ അവൻ. എടാ ഭാനുവിക്രമാദിത്യ. ആ പെൺകുട്ടിയുമായി ഭാനുവിന് എന്തൊക്കെ ബന്ധങ്ങളുണ്ട്. അവൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാരാണെന്ന് കണ്ടുപിടിച്ചിരുന്നാല് ഞങ്ങളെ എന്താ ഇന്ന് ഓപ്പറേഷൻ തുടങ്ങണം. ഓപ്പറേഷൻ കൊള്ളാം. ഒരു കൈകാലോട്ട് കിടക്കായിരുന്നാ മതി. എടി ചുണ്ടൊക്കെ വലിയൊരു സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താടി കാര്യം? കൂടുതൽ വെള്ളത്തിലെടുക്കരുത്, അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. എന്നാരും പറ്റാൻ വേണ്ട, ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി തന്നെയാ കഴിയുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാനിത് ശുഭിച്ചിട്ട് പറഞ്ഞല്ലോ, എല്ലാരും പുറത്തു പോകും. മോക്ക് ഞാൻ എന്തെല്ലാം വാങ്ങിത്തരാൻ പോവാണെന്ന് അറിയാമോ? ഞാൻ മോക്ക് എന്തെല്ലാം വാങ്ങിച്ചെന്ന് അറിയാമോ? എന്നാ മോളെ ഓറഞ്ച്. കൂടുതൽ സ്നേഹമൊന്നും വേണ്ട. മലയിൽ പോയി മരുന്നെടുക്കുന്നത് ഞാൻ, ഇടിച്ചു പൊടിക്കുന്നത് ഞാൻ, ഉരുട്ടിയെടുക്കുന്നത് എന്റെ അപ്പൻ ഞാൻ. ഭരണിയിലാക്കാൻ മാത്രം ആ തിരുമുഖം പിടിച്ച പിഴ. എന്താ വീരമണി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എന്താ ഇത്? ഇത് പിന്നെ രസക്ലാമത പഞ്ചജീരക ഗുഡ. ഈ പറഞ്ഞ തന്നെ പഠിപ്പിച്ചാരാ അമ്മാവനൊരാളെ ഏർപ്പെടുത്തിയല്ലോ, അവനൊന്നും പറഞ്ഞു തന്നില്ലേ? എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ? അവിടെ വേറെ ചില കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നേ? താളിയോലക്കെട്ടുകൾ അഴിഞ്ഞു വീഴുമ്പോൾ കൂടെ അഴിഞ്ഞു വീഴുന്ന രഹസ്യങ്ങളുടെ ഓലകൾ, ആ ഓലകൾ കെട്ടുമ്പോൾ ഹോമിക്കപ്പെടുന്ന ജീവിതങ്ങൾ. കൂടുതൽ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുട്ടിയും അവനുമായിട്ടുള്ള പ്രേമത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. എപ്പ കണ്ടുമുട്ടി, എങ്ങനെ തുടങ്ങി, എങ്ങനെ പിരിഞ്ഞു, വീണ്ടും ഇവിടെ എങ്ങനെ എത്തപ്പെട്ടു, അങ്ങനെ എല്ലാം. നിരാശപ്പെടേണ്ട ജയരാമ, ഈ പ്രേമത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടരും. ക്ലൈമാക്സിൽ എത്തിക്കുകയും ചെയ്യും. അതെ, എല്ലാം കൊള്ളാം. അവസാനം കൊച്ചിന്റെ നടി കിട്ടായിരുന്ന നിങ്ങളുടെ ഭാഗ്യം. നന്നായി. ഇവന്റെ ഇത് വേണം. മറുപടി ആ കുഴപ്പമായി. വിളിച്ചു കൂടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. അയ്യോ, പെണ്ണും ചാരി മണ്ണും കൊണ്ട് പോയി. അല്ല, മണ്ണൻ ചാരി നിന്നും പെണ്ണും കൊണ്ടുപോയി. പോയില്ല, പോകും. അതെ, വായിക്കാൻ പോന്ന ഭാനുവിക്രമന കൊട്ടാരം വൈദ്യനായിട്ട്. അതുവരെയായോ കാര്യങ്ങൾ? അതെ, ഈ വരുന്ന വൈശാഖ പൗർണമിക്ക് അവനെ വായിക്കും. അതോടെ നമ്മൾ പുറത്താണ്. ഭഗീരഥൻ വൈദ്യരോട് നിങ്ങൾ കാര്യങ്ങൾ നേരിട്ട് പറയണം. അത് ഞങ്ങൾ എങ്ങനെ പറയും? അവൻ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ചോണ്ടെന്ന് ഞങ്ങൾ തന്നെ അല്ലേ? ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴി ഞങ്ങൾ കാണുന്നില്ല. വേലിയിരുന്നെടുത്ത് ഒത്തായത് വെച്ചു പറഞ്ഞാലായി. ആ വാഴിക്കൽ ചടങ്ങ് നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് തറവേല കളിക്കണം. അയ്യോ, തറവേല കളിച്ചാൽ ഞങ്ങൾ തറയിലായി. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. തൊടുവർമ്മം 108, പടുവർമ്മം 18. അവന് നേരെ നമ്മൾ പടുവർമ്മം പ്രയോഗിക്കും. ഈ സുഷുമ്നാനാടിയും മെഡുല്ലാനാടിയും ചേരുന്ന സ്ഥാനത്ത് ഒബ്ലാങ്കട്ട എന്ന് പറയുന്ന ഒരു മർമ്മ സ്ഥാനമുണ്ട്. അബോധമസ്തകം എന്ന മർമ്മം അവിടെ പ്രയോഗിക്കണം. ക്ഷമിക്കണം, അതോടെ അവന്റെ ബോധം വാങ്ങുമ്പോ പിന്നെ ഒന്നും ഓർമ്മ കാണത്തില്ല. ഇന്നലെ സിനിമയിലെ ശോഭനെ പോലെ. അത് തന്നെ, അല്ല മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ കേട്ടിട്ട് കൊള്ളാവും. കുഴപ്പമാവൂ. പിന്നെ നിങ്ങൾക്കല്ല, ആ പ്രയോഗത്തോടെ അവൻ ഓടും. ആ ഭഗീരഥന്റെ പൊന്നാര മരുമകൻ ഭഗീരഥൻ നീറും. ആ നീറ്റിൽ എനിക്ക് കാണണം. നിങ്ങൾ വന്നേ. ഞാൻ ഭാഗ്യവാനാ. അത് കണ്ടില്ലേ, അവർ തമ്മിൽ നല്ല ചേർച്ചയാലേ. അതെ, ഈ
ഭൂമി മലയാളത്തിൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജോഡിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, ഷാരൂഖ് ഖാനും ജൂഹി ചാളയും പോലെ ഉണ്ട്. കണ്ണി തട്ടിയത് ഗണേശന് വൈജയന്തി മാലയും പോലെ ഉണ്ട്. മാലയും മളയൊന്നും അല്ല. തൈലത്തിന്റെ പരുവം തെറ്റണ്ട. പൊന്നെടുക്കുന്നിടത്ത് കുരങ്ങന്മാർക്ക് എന്താ കാര്യം? അച്ഛനെ അവര് പറയട്ടോ, എന്റെ മോക്ക് വന്ന ഭാഗ്യത്തിൽ അവര് സന്തോഷിക്കുക